Willy White toothpaste. Marakanda, brush before bed with Willy White toothpaste. ആക്ച്വലി സാർ ഡയറക്ട് ചെയ്ത ഏതെങ്കിലും ഇത് അതിന്റെ 2-3 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെയാന്നോ കൊണ്ടുപോയേ? അല്ലല്ല, അല്ല, ഒറ്റയടിക്ക് രണ്ടുപേരും കൂടെ 3 അല്ല. ആ ഒരു ഒത്തൊരുമയാണല്ലോ അതിന്റെ ഒരു ഇത് എന്ന് പറയുന്നത്. അല്ല പിന്നെ സാർ ഇത് ഞാൻ അസോസിയേറ്റഡ് വർക്ക് ചെയ്ത ഒരു വർക്കില് കഷ്ടകാലത്തിന് അഭിനയിക്കാൻ വന്നു. ആരുടെ അതൊക്കെ ആദ്യമേ പറഞ്ഞു. അങ്ങനെ അപ്പൊ അപ്പഴേ കല്യാണം നടന്നോ അതോ? ഞാനൊരു സീരിയലിലേക്ക് അഭിനയിക്കാൻ വേണ്ടിയിട്ട് എന്നെ ആദ്യം വിളിച്ചു, ഞാൻ പോയില്ല. രണ്ടാമത് വിളിച്ചു, പോയില്ല. മൂന്നാമത് വിളിച്ചപ്പോൾ ഞാൻ വെച്ചു ഇനി പോയില്ലെങ്കിൽ മോശമല്ലേ എന്ന് കരുതി. എന്നാൽ പിന്നെ ശരി പോവാന്ന് കരുതി. അങ്ങനെ ഞാൻ പോയി ചെയ്തു. അന്ന് അവിടുത്തെ അസോസിയേറ്റ് ആയിരുന്നു. അപ്പം ഇതിൻ്റെ ഒരു സൈഡ് സ്റ്റോറി എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ പ്രൊഡ്യൂസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഓരോ ക്യാരക്ടേഴ്സിന് വരുമ്പോൾ എൻ്റെ ഫോട്ടോ വരുമ്പം ഇദ്ദേഹം ആ ഫോട്ടോ കണ്ടിട്ട് വേണ്ട, അങ്ങനെ പുച്ഛന്ന് ആ എറിഞ്ഞതാ ജീവിതകാലം മുഴുവൻ തലയിലായി എന്നുള്ളത്. ഇതാണ് പറയുന്നത് കർമ്മം എന്നല്ലേ. ഞാൻ അതിലാകെ 4 ദിവസം 5 ദിവസം വർക്ക് ചെയ്തിട്ടുള്ളൂ എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ കോമഡി. ഈ 5 ദിവസം കൊണ്ട് അടിച്ചു മാറ്റി. അതെങ്ങനെ സാധിച്ചു രശ്മി? ചോദിക്കണം, അവിടെയാണല്ലോ. എങ്ങനെ സാധിച്ചു സാർ? എന്ന് സംഭവിച്ചു. കഥ പറയണോ എന്നുള്ളതാണ്. എല്ലായിടത്തും പറഞ്ഞു മടുത്ത കഥയാണ് ഈ. പക്ഷെ എന്താ അറിയോ, നമ്മുടെ ഒരു ഫാമിലി ആയിട്ട് ഇരിക്കുമ്പോൾ ആ കഥയൊക്കെ കേൾക്കാനും അല്ല അതൊന്ന് നമ്മളെന്താ മധുരമായ നിമിഷങ്ങൾ അയവർക്കാൻ ഭയങ്കര രസമല്ലേ? അല്ലേ സാർ? സാർ അതൊക്കെ മറന്നു പോയിട്ട് പിന്നെ 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 ഓർമ്മിപ്പിക്കല്ലേ അനിന്നാണ് അതിന്റെ അർത്ഥം. സാറിന്റെ പുതിയ പ്രോജക്ട്സ് എന്തൊക്കെയാ സാർ? പുതിയത് ഇപ്പോൾ ഒരു സ്ക്രിപ്റ്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ അതിന്റെ ഒരു പ്രാരംഭ. സാറിന് ജോണർ എന്താണ് സാറിന്? ഞാൻ ആക്ച്വലി എനിക്ക് ഇഷ്ടം ക്രൈമും ഹൊററും ഒക്കെയാണ്. പക്ഷെ ഞാൻ ആദ്യം മുതലേ ഈ ഹ്യൂമർ സിനിമകൾ ആദ്യം ജനപ്രിയം, അത് കഴിഞ്ഞ് റോമൻസ്. പിന്നെ റോമൻസിൽ ഞാൻ ഒരു ഹൊറർ എലമെന്റ് കൊണ്ടുവന്ന് ഇങ്ങനെ പോയിട്ടുണ്ട്, പറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ക്രൈമും ഹൊററും ഒക്കെയാണ്. അപ്പം നമ്മൾ വന്നു പെടുന്ന സബ്ജക്റ്റുകളും എല്ലാം ഈ പറയുന്ന പോലെ. അപ്പൊ സാറിന്റെ ഉള്ളിലുള്ള എയിം സാർ ചെയ്യുന്നില്ലേ? അങ്ങനെയല്ല, നമുക്കിപ്പോ ഏത് തരം സ്ക്രിപ്റ്റ് വരുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ നമുക്കൊരു കൂടുതൽ ഇപ്പം താരങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷമൊക്കെ ആയിരിക്കുമല്ലോ ഒരു സ്ക്രിപ്റ്റ് കൺഫേം ആവുന്നത്. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നിന്നും അങ്ങനെയാണല്ലോ. അപ്പോൾ ചിലപ്പോൾ നമ്മൾ പോയി പറയുന്ന സ്ക്രിപ്റ്റ് ആയിരിക്കില്ല അവർ നമ്മളോട് ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഏത് തരം ജോണറും നമ്മൾ ചെയ്യാൻ വില്ലിങ് ആവണമെന്ന് പറയും. ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു പക്ക ക്രൈം ത്രില്ലറാണ്. അപ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട്. ഓക്കെ സാർ, അപ്പൊ ശരിക്കും പറഞ്ഞ ഒരു സ്ക്രിപ്റ്റ് എഴുതുമ്പോഴേ നമ്മൾ എഴുതുമ്പോൾ നമ്മൾ ഒരു ആർട്ടിസ്റ്റിനെ കണ്ടല്ലേ എഴുതുക. അപ്പൊ അത് വർക്ക് ചെയ്യുമ്പോഴല്ലേ നമുക്ക് കുറച്ചുകൂടെ എന്താ പറയുക, ചില സബ്ജക്റ്റുകൾ ആർട്ടിസ്റ്റുകളെക്കാൾ ഉപരി സബ്ജക്റ്റിനെ നമ്മൾ ഇഷ്ടപ്പെട്ടിട്ട് നമ്മൾ പിന്നെ അതിനകത്ത് വരുന്ന താരങ്ങളെ നമ്മൾ ഫിക്സ് ചെയ്യും. ചിലപ്പോൾ നമ്മൾ തിരക്കഥയിൽ എഴുതി വെക്കുമ്പോഴായിരിക്കില്ല ഫിക്സ് ആവുന്നത്. കുറേ കഴിഞ്ഞ് നമ്മൾ ഷൂട്ടിംഗ് ഒക്കെ തുടങ്ങുമ്പോഴായിരിക്കും ആ ക്യാരക്ടർ ഫിക്സ് ആവുന്നത്. ഫിക്സ് ആകുമ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ സ്ഥിരം കണ്ട് പഴകിയ ഒരു താരത്തിനെയാണ് വെക്കുമ്പോൾ അയാളുടെ ഒരുപാട് മാനറിസങ്ങൾ നമ്മൾ ആ ക്യാരക്ടറിലേക്ക് ആഡ് ചെയ്യാറ്. അങ്ങനെ സാർ സ്ക്രിപ്റ്റ് ഒക്കെ ചെയ്യുമ്പോഴത്തെ രശ്മിയായിട്ട് ഇങ്ങനെ ഡിസ്കഷൻസ് ഉണ്ടോ? തുടക്കത്തിൽ ഒരു ത്രെഡ് പറയും, പറഞ്ഞിട്ട് അതിന്റെ റിയാക്ഷൻ എങ്ങനെ ഉണ്ടെന്ന് എന്തെങ്കിലും ഒന്ന് പറയും. എല്ലാ ഭാര്യമാർക്കുള്ള പിന്നെ ശേഷം സ്ക്രീനിൽ നിന്നുള്ള അവസ്ഥയാ. പക്ഷെ അങ്ങനെ കാണുന്നത് നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതർവൈസ് നമുക്ക് ആ സിനിമയെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് A to Z അറിയാമെങ്കിൽ പിന്നെ സിനിമ പോയി കാണുമ്പോൾ നമുക്ക് കറക്റ്റ് ജഡ്ജ്മെന്റ് ആസ് ഒരു പ്രേക്ഷക എന്ന നിലയിൽ നമുക്ക് അഭിപ്രായം പറയാൻ പറ്റില്ല. ഫുൾ കേൾക്കുമ്പോഴല്ലേ ആസ് എ വൈഫ് ക്രിട്ടിസൈസ് ചെയ്യാൻ ഒക്കത്തുള്ളൂ. ഇന്ന പോലെ ചെയ്യലേ ഇത് ചെയ്യലേ ത്രെഡ് ലൈൻ പറയും, ഒരു 1 ലൈൻ പറയുമല്ലോ. ഈ കഥാ തന്തു എന്ന് പറയുന്ന സാധനമുണ്ട്, അത് കേൾക്കുമ്പോൾ ക്യാച്ച് ചെയ്യണോ എന്നുള്ളത് മാത്രമേ നോക്കാറുള്ളൂ. ബാക്കിയുള്ള കാര്യത്തിലൊന്നും ഇടപെടാറില്ല. പിന്നെ ഫുൾ സിനിമയായിട്ട് കാണുന്നതിനോടാണ് എനിക്ക് താല്പര്യം. അദ്ദേഹം ചെയ്തതിൽ ഏറ്റവും ഇഷ്ടമുള്ള ഫിലിം ഏതാ രശ്മിക്ക്? റോമൻസ് ആണ് ഏറ്റവും കമേഴ്ഷ്യൽ ഹിറ്റ് ആയിട്ടുള്ള ഒരു സാധനം. ജനപ്രിയനും ഇഷ്ടമാണ്. എനിക്ക് വികടകുമാരനും ഒരുപാട് ഇഷ്ടമുള്ള സിനിമ. ഏത് ജോണറാണ് അദ്ദേഹം ചെയ്യുന്നതിൽ രശ്മി സാറ്റിസ്ഫൈഡ്? ത്രില്ലർ, ഹ്യൂമർ മിക്സ് ആയിട്ടുള്ള ത്രില്ലർ ജോണർ ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് താല്പര്യം. സാർ ഇപ്പൊ പറഞ്ഞപ്പോ ശരിക്കും ഒരു പുതുമ തോന്നി. എന്താണെന്നറിയോ സാർ, ശരിക്കും ഒരു ഹൊറർ മൂവി ഭയങ്കര റെയറാണ് അല്ലേ സാർ? അതിനു വേണ്ടിയിട്ടൊന്ന് സാറിന് ആ ജോണർ ഇഷ്ടമാണ്. അപ്പം ഈ പറഞ്ഞ പോലെ വർക്ക്ഷോപ്പ് ചെയ്യുമ്പോ ഒത്തിരി അതിനകത്തുള്ള പോസിബിലിറ്റീസ് സാറിന് തിങ്ക് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് ചെയ്യാം. അങ്ങനത്തെ ഒരെണ്ണം സാർ ട്രൈ ചെയ്യുന്നുണ്ട്. ഞാൻ 1-2 ഇങ്ങനെ കേട്ട് വെച്ചിട്ടുണ്ട്. ഒത്തിരി റെയറായി കാണാനല്ല. ശരിക്കും നമ്മള് മാക്സിമം എന്താ പറയാ കോഞ്ചൂറിങ് ഒക്കെ കാണുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പേടിച്ചെന്ന് പറയും. അപ്പൊ ആ ഒരു പേടി മലയാളത്തിൽ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഹൊറർ സിനിമയ്ക്കുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓരോ കാലഘട്ടത്തിലും നമ്മുടെ ഭയം വേറെ പല പല രീതിയിലാണ്. നമ്മളിപ്പോൾ ഒരു റേഞ്ചിലുള്ള ഒരു ഭയം കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ മുകളിൽ വേണം നമ്മൾ കൊടുക്കുക.
അത് സിനിമയല്ല അങ്ങനെയല്ലേ സർ? അതെ, പ്രത്യേകിച്ച് ഹൊററിന്റെ കാര്യത്തില് ഇത് കണ്ട് പേടിച്ചു കഴിഞ്ഞ ഒരു സാധനത്തിന്റെ മുകളിൽ നമ്മൾ പേടിപ്പിക്കാൻ നോക്കിയാലേ നടക്കുള്ളൂ. അത് സത്യം. Ali's Kitchen. Let's cook with love.